നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികളെയും ഇൻട്രൊഡക്ഷൻ ടു വേർഡ് പ്രോസസ്സ് എന്ന പാഠഭാഗത്തിലെ അവസാനത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതൊരു ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പേജ് ഫോർമാറ്റിങ്ങിനെ കുറിച്ചും പ്രിൻറ്റിങ്ങിനെ കുറിച്ചും പറയുന്നതായിരിക്കും. പേജ് ഫോർമാറ്റിംഗ് ഡോക്യുമെൻറ്റിലെ പേജ് ലേഔട്ടുകൾ സെറ്റ് ചെയ്യുന്നതിനെയാണ് പേജ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. പേജ് ഫോർമാറ്റിംഗ് ചെയ്യേണ്ട വിധം: ഫോർമാറ്റ് മെനുവിൽ നിന്ന് പേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു പേജ് സ്റ്റൈൽ ഡയലോഗ് ബോക്സ് നമുക്ക് ലഭിക്കുന്നു. അതിൽ നമുക്ക് പേജ് സൈസ്, ഓറിയൻറ്റേഷൻ, ഹെഡർ, ഫൂട്ടർ എന്നിവ നൽകുവാൻ പറ്റും. ഫോർമാറ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. പേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ പേജ് എന്ന ടാബാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പേപ്പർ ഫോർമാറ്റ്, മാർജിൻസ്, ലേഔട്ട് സെറ്റിംഗ്സ് എന്നീ കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കുന്നതാണ്. പേപ്പർ ഫോർമാറ്റിൽ ഫോർമാറ്റ് എന്ന സെക്ഷനിൽ നിന്ന് ആവശ്യമുള്ള പേപ്പർ സൈസുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ ഡീഫോൾട്ടായി ഓട്ടോമാറ്റിക്കലായി A4 സൈസാണുള്ളത്. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പേപ്പർ സൈസുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഉദാഹരണമായി A3, B6, B5, ലെറ്റർ, ലീഗൽ, ലോങ്, ടാബ്ലോയിഡ്. കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ C6, C4, എൻവലപ്പ് എന്നീ മാതൃകയിലുള്ള ഒരുപാട് പേപ്പർ സൈസുകൾ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ പറ്റും. തൽക്കാലം ഞാൻ A4 സൈസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ A4 സൈസ് പേജിൻ്റെ വിഡ്ത്തും ഹൈറ്റുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തതായി ഓറിയൻറ്റേഷനാണ്. ഓറിയൻറ്റേഷൻ എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. പോർട്രേറ്റ് ഓറിയൻറ്റേഷൻ, ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷൻ എന്ന രണ്ട് ഓപ്ഷനുകൾ കാണാം. പേപ്പറിൻ്റെ നീളത്തിനനുസരിച്ച് പ്രിൻ്റ് ചെയ്യുന്ന രീതിക്കാണ് പോർട്രേറ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷനിലേക്ക് നമുക്കൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ പേപ്പറിൻ്റെ വീതിക്കനുസരിച്ച് ക്രമീകരിക്കുന്നതിനാണ് ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. പ്രിവ്യൂ ആയിട്ട് ഇവിടെ പേപ്പർ ലാൻഡ്സ്കേപ്പ് മോഡിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഒന്നുകൂടി പോർട്രേറ്റ് ഓറിയൻറ്റേഷനിലേക്ക് മാറ്റുമ്പോൾ പേപ്പറിൻ്റെ നീളത്തിനനുസരിച്ച് പ്രിൻ്റ് ചെയ്യുന്നതാണ്. ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷനിലേക്ക് മാറ്റുന്ന അവസരത്തിൽ പേപ്പറിൻ്റെ വീതിക്കനുസരിച്ച് പ്രിൻ്റ് ചെയ്യുന്നതാണ്. അടുത്തതായി ഈ ഡയലോഗ് ബോക്സിൽ മാർജിനുകൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. മാർജിനുകൾ ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം എന്നീ തരത്തിൽ ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് വിലകൾ നൽകാം. ഉദാഹരണമായി ഞാൻ ലെഫ്റ്റ് മാർജിൻ 2 സെൻറ്റിമീറ്റർ, റൈറ്റ് മാർജിൻ 2 സെൻറ്റിമീറ്റർ, ടോപ്പ് 2 സെൻറ്റിമീറ്റർ, ബോട്ടം മാർജിൻ 2 സെൻറ്റിമീറ്റർ എന്നീ ക്രമത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പോർട്രേറ്റ് ഓറിയൻറ്റേഷനിലേക്കാക്കി മാറ്റി ലെഫ്റ്റ് മാർജിൻ ഞാൻ 4 സെൻറ്റിമീറ്റർ നൽകുകയാണ്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ പ്രിവ്യൂവിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ പറ്റും. ഇടതുഭാഗത്തു നിന്ന് 4 സെൻറ്റിമീറ്റർ അകലം പാലിച്ച് ക്രമീകരിച്ചിരിക്കുകയാണ്. അതിനുശേഷം അപ്ലൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം OK എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വ്യത്യാസമായി കാണുവാൻ സാധിക്കുന്നതാണ്. ഇടതുഭാഗത്തു നിന്ന് 4 സെൻറ്റിമീറ്റർ അകലം പാലിച്ച് ക്രമീകരിച്ചിരിക്കുകയാണ്. ഇത് റൂളർ ബാറിൽ കൂടിയും നമുക്ക് സെറ്റ് ചെയ്യുവാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ റൂളർ ബാറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി കാണുവാൻ പറ്റുന്നതാണ്. ഉദാഹരണമായി 4 സെൻറ്റിമീറ്റർ ഇടതുഭാഗത്തു നിന്നും 4 സെൻറ്റിമീറ്റർ ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ റൂളർ ബാർ ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആ രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് 2.51 സെൻറ്റിമീറ്റർ എന്ന് ലെഫ്റ്റ് മാർജിൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് റൂളർ ബാർ ഉപയോഗിച്ച്. ഇതേപോലെ നമുക്ക് വലത്തെ മാർജിനുകളും റൂളർ ബാർ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്.
3.09 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് നമ്മൾ റൂളർ ബാർ ഉപയോഗിച്ച് ഇടത് വലത് മാർജിനുകൾ സെറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതേപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഉപയോഗിച്ച് മാർജിനുകൾ സെറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണുള്ളത്. കുറച്ചുകൂടി ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കുന്നു. 1.14 സെൻറ്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് കാണുവാൻ പറ്റുന്നതാണ്. താഴെ വെർട്ടിക്കൽ സ്ക്രോൾ ബാർ താഴെ ഞാൻ 2 സെൻറ്റിമീറ്ററാണ് ഓട്ടോമാറ്റിക്കലായി സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊന്നുകൂടി വലിച്ച് മുകളിലോട്ടേക്കാക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ മൗസ് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായി കാണുവാൻ പറ്റുന്നതാണ് 3.27 സെൻറ്റിമീറ്റർ. താഴെ നിന്നും 3.27 സെൻറ്റിമീറ്റർ അകലം പാലിച്ച് പാരഗ്രാഫ് ക്രമീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ റൂളർ ബാർ ഉപയോഗിച്ച് മാർജിനുകൾ സെറ്റ് ചെയ്യുന്നത്. ഇടത് വലത് മുകളിൽ താഴെ. ഇടത് വലത് മാർജിനുകൾ സെറ്റ് ചെയ്യാൻ ഹൊറിസോണ്ടൽ റൂളറാണ് ഉപയോഗിക്കുന്നത്. വിലങ്ങനെയുള്ള റൂളറാണ് ഉപയോഗിക്കുന്നത്. മുകളിൽ താഴെയുള്ള മാർജിനുകൾ സെറ്റ് ചെയ്യാൻ നമുക്ക് കുത്തനെയുള്ള റൂളറാണ് ഉപയോഗിക്കുന്നത്. വെർട്ടിക്കൽ റൂളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വീണ്ടും ഈ കാര്യങ്ങൾ നമുക്ക് ഫോർമാറ്റ് മെനുവിലും സെറ്റ് ചെയ്യാമെന്ന് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫോർമാറ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഫോർമാറ്റ് മെനുവിൽ പേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇടത് മാർജിൻ 2.51 സെൻറ്റിമീറ്റർ, വലത് മാർജിൻ 2 സെൻറ്റിമീറ്റർ, ടോപ്പ് 2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ എന്നീ ക്രമത്തിലായതായി കാണാം. റൈറ്റ് മാർജിൻ ഇവിടെ ഞാൻ 4 സെൻറ്റിമീറ്റർ എന്ന് നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വ്യക്തമായി പ്രിവ്യൂവിൽ കാണാം. വലത് ഭാഗത്ത് നിന്ന് 4 സെൻറ്റിമീറ്റർ അകലം പാലിച്ച് ക്രമീകരിച്ചിരിക്കുകയാണ്. അതേപോലെ ടോപ്പ് മാർജിൻ ഒരു 4 സെൻറ്റിമീറ്റർ നൽകിയിരിക്കുകയാണ്. മുകൾ ഭാഗത്തു നിന്നും 4 സെൻറ്റിമീറ്റർ ക്രമീകരിച്ചിരിക്കുന്നതായി കാണാം. ബോട്ടം മാർജിൻ ഒരു 5 സെൻറ്റിമീറ്റർ നൽകിയിരിക്കുകയാണ്. താഴെ ഭാഗത്തു നിന്നും 5 സെൻറ്റിമീറ്ററായി ക്രമീകരിച്ചിരിക്കുന്നതായി കാണാം. ഇടത് വലത് മുകളിൽ താഴെയുള്ള മാർജിനുകൾ പേജ് സ്റ്റൈൽ ഡയലോഗ് ബോക്സിൽ നിന്നും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്ലൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വ്യക്തമായി ഈ മാർജിനുകൾ സെറ്റ് ചെയ്തതായി കാണാം. ഇത് സെറ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ റൂളർ ബാറിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ഉദാഹരണമായി ഇടത് മാർജിൻ 2.51 സെൻറ്റിമീറ്റർ, വലത് മാർജിൻ 4 സെൻറ്റിമീറ്റർ, മുകളിലുള്ള മാർജിൻ 4 സെൻറ്റിമീറ്റർ, താഴെയുള്ള മാർജിൻ 5 സെൻറ്റിമീറ്റർ എന്നീ ക്രമത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. ഇതാണ് റൂളർ ബാർ ഉപയോഗിച്ചും ഫോർമാറ്റ് മെനുവിലെ പേജ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചും മാർജിനുകൾ സെറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ഓറിയൻറ്റേഷനാണുള്ളത്. പോർട്രേറ്റ് ഓറിയൻറ്റേഷൻ, ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷൻ. ഇതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഫയൽ മെനുവിൽ പോയി പ്രിൻ്റ് പ്രിവ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ രൂപത്തിലാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്ന ഡോക്യുമെൻ്റ് കാണുവാൻ പറ്റുന്നത്. ഇതൊരു പോർട്രേറ്റ് ഓറിയൻറ്റേഷനിലാണ് ഉള്ളത്. ഇതിനെ ലാൻഡ്സ്കേപ്പാക്കി മാറ്റിക്കഴിഞ്ഞാൽ വിലങ്ങനെയുള്ള തരത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഒന്ന് നമുക്ക് മാറ്റി നോക്കാം. ഫോർമാറ്റ് മെനുവിൽ പേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ലാൻഡ്സ്കേപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ, ഓക്കെ. അതിനുശേഷം ഫയലിൽ പ്രിൻ്റ് പ്രിവ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ രൂപത്തിലാണ്, പേജിൻ്റെ വീതിക്കനുസരിച്ചാണ് ഈ രൂപത്തിൽ പ്രിൻ്റ് ചെയ്യാൻ പോകുന്ന പേജുകൾ വീതിക്കനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നതായി കാണാം. പേജ് ഓറിയൻറ്റേഷൻ മറ്റൊരു രീതിയിലും സെറ്റ് ചെയ്യാം. ഫയലിൽ പോയി പ്രിൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ഒരു പ്രിൻ്റ് ഡയലോഗ് ബോക്സ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്ന് പ്രോപ്പർട്ടീസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പേപ്പർ സൈസും ഓറിയൻറ്റേഷനും നമുക്കിവിടെ മാറ്റാവുന്നതാണ്. ഉദാഹരണമായി ഓട്ടോമാറ്റിക്കലായി A4 എന്നും പോർട്രേറ്റ് എന്നുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അങ്ങനെയും നമുക്ക് പേജ് ഓറിയൻറ്റേഷനും പേപ്പർ സൈസും മാറ്റാവുന്നതാണ്. അടുത്തതായി ഒരു ഡോക്യുമെൻറ്റിലേക്ക് ഹെഡർ ഫൂട്ടർ എങ്ങനെ ഉൾക്കൊള്ളിക്കാമെന്നാണ്. ഡോക്യുമെൻറ്റിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ടെക്സ്റ്റിനെയാണ് ഹെഡർ എന്ന് പറയുന്നത്. ഹെഡർ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന ഓപ്ഷനിൽ നിന്ന് ഹെഡർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നതാണ്. ഹെഡർ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഫോർമാറ്റ് മെനുവിൽ പേജ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായി നമുക്ക് ഹെഡർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇൻസേർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന ഓപ്ഷനിൽ നിന്ന് ഹെഡർ ഡീഫോൾട്ട് സ്റ്റൈൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹെഡറിൻ്റെ ഒരു സെക്ഷൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം നമുക്ക് ദൃശ്യമാകുന്നതാണ്. ഇവിടെ നമുക്ക് വെർട്ടിക്കൽ സ്ക്രോൾ ബാറിൽ ഈ ഒരു സ്ഥലം നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് ഹെഡറിൻ്റെ ടൈപ്പ് ചെയ്യാനുള്ള സ്പേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ഹെഡർ ടൈപ്പ് ചെയ്യുന്നു. ഉദാഹരണമായി ഞാൻ പേജ് ഫോർമാറ്റിംഗ് എന്നൊരു വാക്കാണ് ടൈപ്പ് ചെയ്യുന്നത്. പേജ് ഫോർമാറ്റിംഗ് എന്ന വാക്ക് ടൈപ്പ് ചെയ്തു. ഹെഡർ സെലക്ട് ചെയ്തു. അതിൻ്റെ സൈസ് ഒരല്പം കൂട്ടി 40 എന്ന ക്രമത്തിൽ 40 സൈസ് ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ ഹെഡർ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അല്പം ഒന്ന് നടുവിലോട്ടേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഹെഡറിൻ്റെ മുൻഭാഗത്ത് വെച്ച് കർസർ വെച്ച് സ്പേസ് ബാർ കീബോർഡിലുള്ള സ്പേസ് ബാർ പ്രസ് ചെയ്ത് നമുക്ക് നീക്കാവുന്നതാണ് നടുവിലേക്ക്. ഇനി മറ്റൊരു രീതിയാണ് ഹെഡർ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഹെഡർ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഫോർമാറ്റ് മെനുവിൽ നിന്ന് പേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഹെഡർ എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹെഡർ ഓൺ സെയിം കണ്ടൻറ് ഓൺ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പേജസ്, സെയിം കണ്ടൻറ് ഓൺ ഫസ്റ്റ് പേജ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ലെഫ്റ്റ് മാർജിൻ റൈറ്റ് മാർജിൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കുന്നതാണ്. ഹെഡറിൻ്റെ ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി ലെഫ്റ്റ് മാർജിൻ നിന്നുള്ള അകലം ഞാൻ ഇവിടെ 0 സെൻറ്റിമീറ്റർ ആണുള്ളത്, ഒരു 4 സെൻറ്റിമീറ്റർ എന്ന് നൽകിയിരിക്കുകയാണ്. വലത്ത് ഭാഗത്തു നിന്നും ഇതേപോലെ തന്നെ ഒരു 2 സെൻറ്റിമീറ്റർ എന്ന് നൽകുകയാണ്. അതിനുശേഷം അപ്ലൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം കാണുവാൻ സാധിക്കും. ഹെഡർ ഇതിൻ്റെ വ്യത്യാസം നമുക്ക് സ്ക്രീനിൽ കാണുവാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ റൂളർ ബാറിൽ നമുക്ക് കർസർ വെച്ചാൽ അതിൻ്റെ വ്യത്യാസം കാണുവാൻ പറ്റുന്നതാണ്. വലത്ത് ഭാഗത്ത് നിന്ന് 4 സെൻറ്റിമീറ്റർ എന്ന് കാണുവാൻ പറ്റും. അതേപോലെ തന്നെ ഇടത് ഭാഗത്തു നിന്നും 5 സെൻറ്റിമീറ്റർ എന്ന് 6.51 സെൻറ്റിമീറ്റർ എന്ന് കാണുവാൻ സാധിക്കുന്നതാണ്. ഫോർമാറ്റ് പേജ് (5.51 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ,
എന്ന് വ്യക്തമായി കാണുവാൻ പറ്റുന്നതാണ്. ഹെഡറിൻ്റെ സ്പേസുകളും നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. വാക്കുകൾ തമ്മിലുള്ള അകലമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതും നമുക്ക് ഈ ഡയലോഗ് ബോക്സിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് സ്പേസിംഗ് എന്ന് പറയുന്നത്. ഈ ഹെഡർ നമുക്ക് ഒരു പേജിൽ നൽകി കഴിഞ്ഞാൽ എല്ലാ പേജുകളിലും നമുക്ക് ദൃശ്യമാകുന്നതാണ്. ഉദാഹരണമായി പേജ് ഫോർമാറ്റിംഗ് ഒന്നാമത്തെ പേജിലാണ് ഞാൻ നൽകിയിരിക്കുന്നത്. മറ്റ് പേജുകളുടെ തലക്കെട്ടായി അല്ലെങ്കിൽ ഹെഡറായി പേജ് ഫോർമാറ്റിംഗ് നമുക്ക് കാണുവാൻ പറ്റുന്നതാണ്. എല്ലാ പേജിലും ഹെഡർ നമുക്ക് കാണുവാൻ പറ്റുന്നതാണ്. അടുത്തതായി നമുക്ക് ഫൂട്ടർ എങ്ങനെ നൽകാമെന്ന് നോക്കാം. ഡോക്യുമെൻറ്റിൻ്റെ താഴെ ഭാഗത്ത് കാണുന്ന പൊതുവായ ടെക്സ്റ്റിനെയാണ് ഫൂട്ടർ എന്ന് പറയുന്നത്. ഫൂട്ടറിൽ നമ്മൾ സാധാരണ പേജ് നമ്പറുകൾ, രചയിതാവിൻ്റെ പേര്, ഡേറ്റ്, സമയം എന്നിവയൊക്കെ നൽകാറുണ്ട്. ഫൂട്ടർ നൽകുവാൻ വേണ്ടി നമുക്ക് ഇൻസേർട്ട് മെനുവിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന ഓപ്ഷനിൽ നിന്ന് ഫൂട്ടർ ഡീഫോൾട്ട് സ്റ്റൈൽ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുൻപേ ഒരു ഫൂട്ടർ നൽകിയത് കൊണ്ടാണ് ഡിലീറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്നത്. യെസ് എന്ന് നൽകി. ഒന്നുകൂടി ഇൻസേർട്ട് മെനുവിൽ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ ഫൂട്ടർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇടതുഭാഗത്തെ വെർട്ടിക്കൽ റൂളറിൽ നിന്ന് വ്യക്തമായി നമുക്ക് കാണുവാൻ പറ്റും ഈ സ്ഥലമാണ് നമ്മൾ ഫൂട്ടറിന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഫൂട്ടർ നമ്മൾ ടൈപ്പ് ചെയ്യാം. ഉദാഹരണമായി ഞാൻ 1 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ടാബ് കീ അമർത്തി രചയിതാവിൻ്റെ പേര് നൽകുകയാണ്. അതിനുശേഷം ടാബ് കീ ഒന്നുകൂടി പ്രസ് ചെയ്തു ഒരു ഡേറ്റ് നൽകുകയാണ്. ഈ ഒരു രീതിയിൽ ആദ്യത്തെ പേജിന് ഞാൻ നൽകിയിരിക്കുകയാണ് ഫൂട്ടർ. അടുത്ത പേജ് നമുക്ക് നോക്കാം. അടുത്ത പേജിൽ നമുക്ക് 1 രോഹൻ 5/9/2020 എന്നിട്ട് കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും അടുത്ത പേജിലും ഇതേപോലെ കാണുവാൻ സാധിക്കുന്നതാണ്. ഹെഡർ നൽകിക്കഴിഞ്ഞാൽ എല്ലാ പേജിലും കാണുവാൻ സാധിക്കും. അതേപോലെ ഫൂട്ടറും നൽകിക്കഴിഞ്ഞാൽ എല്ലാ പേജിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു പേജ് നമ്പറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പേജ് നമ്പറിൻ്റെ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി നമുക്ക് ഇൻസേർട്ട് മെനുവിൽ ഫീൽഡ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇൻസേർട്ട് മെനുവിലെ ഫീൽഡ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഈ പേജ് നമ്പർ, പേജ് കൗണ്ട്, ഡേറ്റ്, ടൈം, ടൈറ്റിൽ, ഓഥർ, സബ്ജക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകാവുന്നതാണ്. ഉദാഹരണമായി ഞാനൊരു പേജ് നമ്പർ 1 എന്ന് നൽകിയിരിക്കുകയാണ്. ഈ ഒരു നമ്പർ നമുക്ക് മായ്ച്ച് കളയാം. പേജ് നമ്പർ 1 എന്ന് നൽകി കഴിഞ്ഞാൽ മധ്യഭാഗത്തായിട്ട് നമുക്ക് ആ പേജ് നമ്പർ കാണുവാൻ സാധിക്കുന്നതാണ്. ഒരു ഷെയ്ഡ് ചെയ്ത പോലെയാണ് കാണുവാൻ സാധിക്കുന്നത്. താഴെ അടുത്ത പേജിൽ നോക്കിക്കഴിഞ്ഞാലും 2 എന്ന് കാണുവാൻ സാധിക്കുന്നതാണ്. അടുത്ത പേജിൽ നോക്കിക്കഴിഞ്ഞാൽ 3 എന്ന് കാണുവാൻ സാധിക്കുന്നതാണ്. അടുത്ത പേജിൽ നോക്കിക്കഴിഞ്ഞാൽ 4 എന്ന് കാണുവാൻ സാധിക്കുന്നതാണ്. ഫയൽ മെനുവിൽ പ്രിൻ്റ് പ്രിവ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇത് വ്യക്തമായി കാണാവുന്നതാണ്. ഒരു 75% ഞാൻ സൂം ഇൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വ്യക്തമായി 2 പേര്, ഡേറ്റും കാണുവാൻ സാധിക്കുന്നതാണ്. പേജിൻ്റെ താഴെ ഭാഗത്തായി ഇതാണ് പേജ് നമ്പർ നൽകിയിരിക്കുന്നത്. ഇൻസേർട്ട് ഫീൽഡ് പേജ് നമ്പർ 1 എന്ന് നൽകിയിരിക്കുകയാണ് ഒന്നാമത്തെ പേജിന്. അതിനുശേഷം അതിൻ്റെ താഴെയായി 2, രണ്ടാമത്തെ പേജിൽ 2, മൂന്നാമത്തെ പേജിൽ 3, നാലാമത്തെ പേജിൽ 4 എന്ന ക്രമത്തിൽ കാണുവാൻ പറ്റുന്നതാണ്. അഞ്ചാമത്തെ പേജിൽ 5 എന്ന ക്രമത്തിൽ പേര്, അഞ്ചാമത്തെ പേജിൽ 5 എന്ന ക്രമത്തിൽ കാണുവാൻ പറ്റുന്നതാണ്. 5 രചയിതാവിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്.
ഡേറ്റ് നമ്മൾ നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ കാണുവാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് ഫൂട്ടർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫൂട്ടർ സെറ്റ് ചെയ്യാൻ രണ്ട് വിധത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്ന്, ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന ഓപ്ഷനിൽ നിന്ന് നേരിട്ട് ഫൂട്ടർ ഡീഫോൾട്ട് സ്റ്റൈൽ എന്ന് സെറ്റ് ചെയ്യാം. മറ്റൊരു രീതിയാണ് ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഫീൽഡ് എന്ന ഓപ്ഷനിൽ നിന്ന് പേജ് നമ്പർ, പേജ് കൗണ്ട്, ഡേറ്റ്, ടൈം, ഓതർ, സബ്ജക്റ്റ് എന്നീ ക്രമത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഫൂട്ടർ സെറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ഡോക്യുമെൻറ്റുകൾ എങ്ങനെ പ്രിൻ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഹൗ ടു പ്രിൻ്റ് എ ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻ്റ് പ്രിൻ്റ് ചെയ്യാൻ ഫയൽ മെനുവിൽ നിന്ന് പ്രിൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+P എന്ന ഷോർട്ട് കട്ട് കീ നമുക്ക് ഉപയോഗിക്കാം. ഒരു പ്രിൻ്റ് ഡയലോഗ് ബോക്സ് നമുക്ക് ലഭിക്കുന്നു. ഇതിൽ എത്ര പേജുകളാണ് പ്രിൻ്റ് ചെയ്യേണ്ടത് എന്നത് വ്യക്തമായി ഇവിടെ നൽകാം. എത്ര കോപ്പികൾ വേണമെന്നത്, നമ്പർ ഓഫ് കോപ്പീസ് എന്നത് നൽകുവാൻ പറ്റും. അതുപോലെ റിവേഴ്സ് പേജ് ഓർഡറിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മതി. പ്രോപ്പർട്ടീസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പേപ്പർ സൈസും ഓറിയൻറ്റേഷനും നമുക്ക് സെറ്റ് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. പേജ് ബാക്ക്ഗ്രൗണ്ട്, പിക്ചർ ആൻഡ് അതർ ഗ്രാഫിക്സ് ഓബ്ജക്ട്സ് എന്നിങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കാണുവാൻ പറ്റുന്നതാണ്. പേജ് ലേഔട്ടിൽ പേജസ് പെർ ഷീറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ടോപ്പ് ഡൗൺ ഓപ്ഷൻസും ഒരുപാട് കാണുവാൻ പറ്റുന്നതാണ്. ക്രിയേറ്റ് സിംഗിൾ പ്രിൻ്റ് ജോബ്സ് ഫോർ കൊളേറ്റഡ് ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഓപ്ഷനുകളും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഇടതുഭാഗത്തായി 1/5 എന്ന് കാണുവാൻ പറ്റും. അതായത് മൊത്തത്തിൽ 5 പേജുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പേജാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഇവിടെ മുകളിലും താഴെയുമായി നമുക്ക് കാണാവുന്നതാണ്. 210 മില്ലിമീറ്റർ, 297 മില്ലിമീറ്റർ എന്ന് മെഷർമെൻറ്റ്സും നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡോക്യുമെൻറ്റിനെ പ്രിൻ്റ് ചെയ്യാം. ഫയൽ മെനുവിൽ നിന്ന് പ്രിൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+P എന്ന ഷോർട്ട് കട്ട് കീ നമുക്ക് ഉപയോഗിക്കാം. മറ്റൊരു രീതിയാണ് സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലുള്ള പ്രിൻ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നതാണ്. സ്ക്രീനിൽ നമുക്ക് കാണാം പ്രിൻ്റ് Ctrl+P. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ ലഭിച്ച അതേ ഡയലോഗ് ബോക്സ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ, എല്ലാ പേജുകളും പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഓൾ പേജസ് എന്ന് സെലക്ട് ചെയ്യുക. നിർദ്ദിഷ്ട പേജുകൾ മാത്രം പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പേജസ് എന്ന് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് പ്രിൻ്റുകൾ 1, 3, 4, 5 എന്ന ക്രമത്തിൽ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നൽകാവുന്നതാണ്. ഒരു പ്രത്യേക സെലക്ഷൻ, ഡോക്യുമെൻറ്റിലെ ഒരു പ്രത്യേക സ്ഥലം മാത്രം നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ട് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷനുകൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായി നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്ന പേജുകളുടെ പ്രിവ്യൂ നമുക്ക് കാണണമെങ്കിൽ ഫയൽ മെനുവിലെ പ്രിൻ്റ് പ്രിവ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഫയൽ മെനുവിൽ പോയി പ്രിൻ്റ് പ്രിവ്യൂ, ഷോർട്ട് കട്ട് കീയാണ് Ctrl+Shift+O, Ctrl+Shift+O അല്ലെങ്കിൽ Shift+Ctrl+O. ഏത് രീതിയിലും 3 കോമ്പിനേഷൻ കീകൾ ഉപയോഗിച്ചാണ് പ്രിൻ്റ് പ്രിവ്യൂ എന്ന ഓപ്ഷൻ പ്രാവർത്തികമാക്കുന്നത്. പ്രിൻ്റ് പ്രിവ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്ന പേജിൻ്റെ ഒരു രൂപം നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ സൂം ഇൻ, സൂം ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇത് നമുക്ക് സൂം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പേജിൻ്റെ വ്യക്തമായി കാണാവുന്നതാണ്. പിന്നെ അതേപോലെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ആ രീതിയിലും കാണാവുന്നതാണ്. ഇനി അടുത്ത പേജ് നമുക്ക് കാണണമെങ്കിൽ ഈ ഒരു ബട്ടൺ
നെക്സ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യാം. പ്രീവിയസ് പേജ് ആണെങ്കിൽ അത് ലാസ്റ്റ് പേജ്, പ്രീവിയസ് പേജ് ആണെങ്കിൽ ആ ഓപ്ഷനും നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പ്രീവിയസ് പേജ്, നെക്സ്റ്റ് പേജ്, ലാസ്റ്റ് പേജ്, ടു ഡോക്യുമെൻ്റ് എൻഡ്, Ctrl+N എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് പേജ് നമുക്ക് കാണാവുന്നതാണ്. ബിഗിനിങ് പേജും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ക്ലോസ് പ്രിവ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ പ്രിവ്യൂ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഒരു ടോഗിൾ കീ നമുക്ക് കാണുവാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ സാധാരണ ഡോക്യുമെൻറ്റിലേക്ക് മാറാവുന്നതാണ്. അതിനാണ് ടോഗിൾ കീ ഉപയോഗിക്കുന്നത്. ടോഗിൾ പ്രിൻ്റ് പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള കീ, നമുക്ക് ഈ ബട്ടൺ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലുള്ള ടോഗിൾ പ്രിൻ്റ് പ്രിവ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താലും നമ്മൾ നേരത്തെ കണ്ട ആ പ്രിൻ്റ് പ്രിവ്യൂ രീതിയിലേക്ക് മാറുന്നതാണ്. അപ്പോൾ പ്രിൻ്റ് പ്രിവ്യൂ നമുക്ക് ചെയ്യണമെങ്കിൽ, പ്രിൻ്റ് പ്രിവ്യൂ കാണണമെങ്കിൽ നമുക്ക് ഫയൽ മെനുവിൽ നിന്ന് പ്രിൻ്റ് പ്രിവ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ Shift+Ctrl+O എന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലുള്ള ടോഗിൾ പ്രിൻ്റ് പ്രിവ്യൂ Shift+Ctrl+O എന്ന ബട്ടൺ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. എല്ലാവർക്കും വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.